ഹലോ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഫൈലം അന്നലിഡ വരെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഫൈലം ആർത്രോപോഡയാണ്. അപ്പോൾ ഫൈലം ആർത്രോപോഡ ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമീലിയ വിച്ച് ഇൻക്ലൂഡ് ഇൻസെക്റ്റുകളുള്ള ഏറ്റവും ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമീലിയ എന്ന് പറയുന്നതാണ് ആർത്രോപോഡ. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർത്രോപോഡ എല്ലാ ഫൈലവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമീലിയ വിച്ച് ഇൻക്ലൂഡ് ഇൻസെക്ട് ഈസ് ആർത്രോപോഡ. ഓവർ 2/3 ഓഫ് ഓൾ നെയിം സ്പീഷീസ് ഓൺ എർത്ത് ആർത്രോപോഡ്. എർത്തിലുള്ള 2/3 ഓഫ് ഓൾ നെയിംഡ് സ്പീഷീസിലെ 2/3 സ്പീഷീസും ആർത്രോപോഡുകളാണ്. അതുകൊണ്ടാണ് അവരെന്താണ് ലാർജസ്റ്റ് ഫൈലം എന്ന് വിളിക്കുന്നത്. They have organ system level of organization. അവരുടെ ഓർഗനൈസേഷൻ എന്താണ്? ഓർഗൻ സിസ്റ്റം ലെവലാണ്. ഓർഗൻ സിസ്റ്റംസ് കൂടി ചേർന്നിട്ടാണ് അവരുടെ ഓർഗാൻസ് ഉണ്ടായത്. ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇവരെ എന്താണ് വിളിക്കുന്നത്? ബൈലാറ്ററലി സിമെട്രിക്കൽ അനിമൽസ് എന്ന് വിളിക്കുന്നത്. ഇനി ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എംബ്രിയോണിക് ലെയേഴ്സ്. എന്തൊക്കെ? ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. ദേ ആർ സെഗ്മെന്റഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഓരോ സെഗ്മെന്റുകളായിട്ടാണ് ഇവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ബോഡിയിൽ ഓരോ സെഗ്മെന്റ്സ് ആയിട്ട് കാണാം. അതുകൊണ്ടാണ് ഇവരെ സെഗ്മെന്റഡ് അനിമൽസ് എന്ന് പഠിക്കുന്നത്. ദേ ആർ സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ ഉള്ളിൽ ബോഡി ക്യാവിറ്റി കാണും. ഓക്കെ, അടുത്തത് ബോഡി ഓഫ് ആർത്രോപോഡ് ഈസ് കവേർഡ് ബൈ കൈറ്റീനിയസ് എക്സോസ്കെൽറ്റൻ. നമ്മൾ കുറെ എക്സോസ്കെൽറ്റന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ എന്താണ്? ആർത്രോപോഡിലെ എക്സോസ്കെൽറ്റൻ എന്താണ്? കൈറ്റീനിയസ് എക്സോസ്കെൽറ്റൻ. കൈറ്റിൻ വെച്ചാണ് ഇവരുടെ എക്സോസ്കെൽറ്റൻ നിർമ്മിച്ചിരിക്കുന്നത്. ദേ ആർ കൈറ്റീനിയസ് എക്സോസ്കെൽറ്റൻ. ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. അപ്പൊ ഇത്രയും ഫൈലങ്ങളിൽ നമ്മൾ ബോഡി ഡിവിഷൻ പഠിച്ചില്ല. അപ്പൊ ഇവിടം തൊട്ടാണ് നമ്മൾ ബോഡി ഡിവിഷൻ. ഇവിടെ തൊട്ടല്ല, നമ്മൾ 2 ഫൈലങ്ങളിലാണ് നമ്മൾ ബോഡി ഡിവിഷൻ കാണപ്പെടുന്നത്. അതെന്തൊക്കെയാണ്? ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ദ ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. They have jointed appendages എന്ന് പറഞ്ഞാൽ ജോയിന്റ് ആയിട്ടുള്ള കാലുകളുണ്ട്. അതുകൊണ്ടാണ് അവരുടെ jointed appendages എന്ന് വിളിക്കുന്നത്. ആർത്രോസ് മീൻസ് ജോയിന്റ് ആൻഡ് പോഡ മീൻസ് appendages. jointed appendages. ഇതൊക്കെയാണ് jointed appendages എന്ന് വിളിക്കുന്നത്. ഇനി റെസ്പിറേറ്ററി ഓർഗൻ എന്ന് ചോദിക്കുമ്പോൾ ഇവര് അക്വാട്ടിക് സർഫസിലും അതേപോലെ തന്നെ ടെറസ്ട്രിയൽ സർഫസിലും എല്ലാം ഇവർ കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്തൊക്കെയാവാം? റെസ്പിറേറ്ററി ഓർഗൻ ക്യാൻ ബി ഗിൽസ്, ബുക്ക് ലങ്സ് ഓർ ട്രക്കിയൽ സിസ്റ്റവും ആവാം. ഇനി സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി ഫ്ലൂയിഡ് എങ്ങനെയാണ് പോകുന്നത്, ബോഡി ഫ്ലൂയിഡ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വെസലുകളൊന്നും കാണപ്പെടാറില്ല. ദ ടിഷ്യൂസ് ആർ ഡയറക്ട്ലി ബാത്ത്ഡ് ഇൻ ദ ബോഡി ഫ്ലൂയിഡിൽ ഡയറക്റ്റ് ആയിട്ട് ടിഷ്യൂസ് എല്ലാം ബാത്ത് ചെയ്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഓപ്പൺ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം. ഇനി സെൻസറി ഓർഗൻ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിനെ സെൻസ് ചെയ്യാൻ വേണ്ടി ചില സെൻസറി ഓർഗൻസ് ഇവർക്കുണ്ട്. ലൈക്ക് ആന്റിനേസ് കാണപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് ആന്റിന കാണപ്പെടാറുണ്ട്. ആൻഡ് ഐസ് എന്ന് പറയുന്നത് ഇവർക്ക് കാണപ്പെടുന്നത് കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ആയി കാണപ്പെടുന്നത്. സിമ്പിൾ ആയി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉള്ളതാണ് സിമ്പിൾ ആയി. കോമ്പൗണ്ട് ആയി എന്ന് പറഞ്ഞാൽ ഒരു ഐയിൽ തന്നെ ഒരു 1000-ഓളം പിക്സലുകൾ കാണും. ഓരോ പിക്സലിലും ഓരോ ഇമേജ്. അപ്പൊ എത്ര ഇമേജസ് കാണും? 1000 ഇമേജസ് കാണുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള ഐയും ഇവർക്ക് കാണപ്പെടാറുണ്ട്. അപ്പം ആന്റിനയുണ്ട്, ഐ ഉണ്ട്, കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഐ ഉണ്ട്. പിന്നെ സ്റ്റാറ്റോസിസ്റ്റോ ബാലൻസിങ് ഓർഗൻ ആ ഫൗണ്ട്. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിൽ ബാലൻസ് ചെയ്ത് ഇവർക്ക് ഇപ്പൊ പറക്കാനായാലും നീന്താനായാലും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബാലൻസിങ് ഓർഗൻ ഇവർക്കുണ്ട്. അതിന്റെ പേരാണ് സ്റ്റാറ്റോസിസ്റ്റ്. ഇനി എക്സ്ക്രീഷന്റെ കാര്യം നമ്മൾ കുറെ എക്സ്ക്രീഷന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പഠിച്ചു. അപ്പൊ ഇവിടെ ഉള്ള എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. മാൽപീജിയൻ ട്യൂബ്യൂൾ ആർ യൂസ് ഫോർ എക്സ്ക്രീഷന് ഉപയോഗിക്കുന്ന കാര്യമാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. ദേ ആർ മോസ്റ്റ്ലി ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സെക്സസ് ആർ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ആർത്രോപോഡുകൾ കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്? ഡൈഷ്യസ് ആണ്. ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലായിരിക്കും ഇവരുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ആയിരിക്കും. ദേ ആർ മോസ്റ്റ്ലി ഒവിപാരസ്. മുട്ടയിടുന്ന ഓർഗാനിസം അല്ലെങ്കിൽ മുട്ടയിടുന്ന ഇൻസെക്റ്റുകളായിരിക്കും. അതുകൊണ്ടാണ് ഇവരെ ഒവിപാരസ് എന്ന് വിളിക്കുന്നത്. ഡെവലപ്മെന്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്.
ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ലാർവൽ സ്റ്റേജ് ഇല്ല, എന്തുവാണ്, യങ് വൺസ് റിസംബിൾസ് അഡൾട്ട്. പക്ഷെ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ട്, ലാർവയും അതേപോലെ തന്നെ അഡൾട്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് എന്തൊക്കെയാവാം? ഡയറക്റ്റും ആവാം, ഇൻഡയറക്റ്റും ആവാം. ഇനി എക്സാമ്പിൾസ് ആണ് ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എക്സാമ്പിൾസ് 3 രീതിയിലാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ആദ്യം എന്താണ്? എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട്. എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഏപ്പിസ്, ഹണിബി, തേനീച്ചകൾ, ബോംബിക്സ്, സിൽക്ക് വർം ആൻഡ് ലാസിഫർ, ലാക്ക് ഇൻസെക്ട്. ലാക്ക് ഇൻസെക്ട്. ഇനി അടുത്തതാണ് വെക്ടേഴ്സ്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗങ്ങൾ പരത്തുന്ന ഓർഗാനിസം. അതെന്തൊക്കെയാണ് വരുന്നത്? മോസ്കിറ്റോസിന്റെ ഗ്രൂപ്പിൽ അത് വരുന്നതാണ്. അനോഫിലസ് മോസ്കിറ്റോ വരുന്നുണ്ട്, ക്യൂലെക്സ് വരുന്നുണ്ട്, ആൻഡ് ഏഡിസും വരുന്നുണ്ട്. ഇനി അതാണ് ഗ്രിഗേറിയസ് പെസ്റ്റ്. പെസ്റ്റുകളിൽ വരുന്നതാണ് ലൊക്കസ്റ്റ ഓർ ലോക്കസ്റ്റ് എന്ന് പറയുന്ന ഓർഗാനിസം. പിന്നെ ലിവിംഗ് ഫോസിലിൽ വരുന്നതാണ് ലിമുലസ് ഓർ കിങ് ക്രാബ്. ലിവിംഗ് ഫോസിൽ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അവർ ഏഷ്യൻ കാലം തൊട്ട് ഇപ്പം വരെയും എക്സ്റ്റിങ്ക്റ്റ് ആവാതെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവരെ ലിവിംഗ് ഫോസിൽ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ പേരെന്താണ്? ലിമുലസ്, കിങ് ക്രാബ്. അപ്പൊ ഇതാണ് നമ്മൾ ഫൈലം ആർത്രോപോഡയിൽ പഠിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾസും ഡയഗ്രാമും ഒക്കെ നോക്കി വെച്ചേക്കണം. അടുത്തതാണ് ഫൈലം മൊളസ്ക. ഫൈലം മൊളസ്ക ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം. ഫസ്റ്റ് ലാർജസ്റ്റ് എന്താണ്? ആർത്രോപോഡയാണ്. അപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് എന്താണ്? മൊളസ്ക. മൊളസ്ക ആർ ടെറസ്ട്രിയൽ ഓർ അക്വാട്ടിക്, മറൈൻ ഓർ ഫ്രഷ് വാട്ടർ. അപ്പോൾ എന്താണ്? ടെറസ്ട്രിയൽ ആയിട്ടും കാണപ്പെടാം, അക്വാട്ടിക് ആയിട്ടും കാണപ്പെടാം. ദേ ഹാവ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓർഗൻ സിസ്റ്റംസ് ആണ് കൂടിച്ചേർന്ന് ഓർഗാനിസം ആവുന്നത്. ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് നമുക്ക് കിട്ടാറുണ്ട്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഔട്ടർ എക്ടോഡേം, ഇന്നർ മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം കാണപ്പെടാറുണ്ട്. സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി ക്യാവിറ്റി ഉള്ള ആനിമൽസ്. ഇനി ബോഡി ഈസ് കവേർഡ് ബൈ കാൽക്കേരിയസ് ഷെൽ. നമ്മൾ മുമ്പേ പഠിച്ച ഫൈലം ആർത്രോപോഡയിൽ പഠിച്ച എന്താണ്? ബോഡി ഈസ് കവേർഡ് ബൈ കൈറ്റീനിയസ് എക്സോസ്കെൽറ്റൺ. ഇവിടെ എന്താണ്? ബോഡി ഈസ് കവേർഡ് ബൈ കാൽക്കേരിയസ് ഷെൽ ആൻഡ് ആർ അൺസെഗ്മെന്റഡ്. അവിടെ നമ്മൾ സെഗ്മെന്റ് ഉണ്ടെന്ന് പഠിച്ചു, ഇവിടെ സെഗ്മെന്റുകളില്ല. ഇവിടെ സെഗ്മെന്റ് ഒന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ ദേ ആർ അൺസെഗ്മെന്റഡ് വിത്ത് എ ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ്. അവിടെ നമ്മൾ ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ പഠിച്ചു. നമ്മൾ മൊളസ്കയിൽ എന്തൊക്കെയാണ്? ഹെഡ് ഉണ്ട്, മസ്കുലാർ ഫൂട്ട് ഉണ്ട്, വിസറൽ ഹമ്പ്. A soft and spongy layer of skin forms a mantle over the visceral hump. Visceral humpനും പുറമേ ആയിട്ട് ഒരു സോഫ്റ്റ് സ്പോഞ്ചി സ്കിൻ ഉണ്ട്. forms a mantle over the visceral hump. അതിനെയാണ് mantle എന്ന് വിളിക്കുന്നത്. The space between hump and the mantle is called the mantle cavity. വിസറൽ ഹമ്പിന്റെയും മാൻഡിലിന്റെയും ഇടയിലുള്ള ആ ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് മാൻഡിൽ കാവിറ്റി, ഇൻ വിച്ച് ഫെദർ ലൈക്ക് ഗിൽസ് ആർ പ്രസന്റ്. ഫെദർ ലൈക്ക് ഗിൽസ്, നമ്മൾ ഗിൽസിന് എന്തൊക്കെയാണ്? നമ്മൾ എക്സ്ക്രീഷനും റെസ്പിറേഷനും ഒക്കെയാണ് നമ്മൾ ഗിൽസ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ആ മാൻഡിൽ കാവിറ്റിയിൽ കാണുന്ന ഫെദർ ലൈക്ക് ഗിൽസ് എക്സ്ക്രീഷനും റെസ്പിറേറ്ററി ഫങ്ഷൻസിനുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആന്റീരിയർ ഹെഡ് റീജിയൻ, ഹെഡിന്റെ ആന്റീരിയർ റീജിയനിലെ സെൻസറി ടെന്റക്കിൾസ്, നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ ഫൈലം ആർത്രോപോഡയിൽ നമ്മൾ സെൻസറി ആന്റിനെയും സെൻസറി ഐസും സ്റ്റാറ്റോസിസ്റ്റ് ഒക്കെ പഠിച്ച പോലെ തന്നെ ഇവിടുത്തത് സെൻസറി ടെന്റക്കിൾസ് ആണ്. ഇവർ കാണപ്പെടുന്നത് എവിടെയാണ്? ആന്റീരിയർ ഹെഡ് റീജിയനിലാണ്. Okay. The mouth contain a file-like grasping organ for feeding called radula. ഇതാണ് ഇതിനകത്തുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. File-like grasping organ radula എവിടെയാണ് കാണപ്പെടുന്നത്? മൊളസ്ക. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. File-like grasping organ for feeding എവിടെയാണ് കാണപ്പെടുന്നത്? മൗത്തിൽ കാണപ്പെടുന്നതാണ് റാഡുല. അതിന്റെ പേരാണ് റാഡുല. അടുത്തത് ദേ ആർ യൂഷ്വലി ഡയീഷ്യസ്. ഡയീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ മൊളസ്കുകൾ ഉണ്ട്, മെയിലുണ്ട് ഫീമെയിൽ ഉണ്ട്. ദേ ആർ ഒവിപാരസ്, മുട്ടയിടുന്നവരായിരിക്കും. ആൻഡ് വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർവൽ സ്റ്റേജ് കാണും. ഇവരുടെ ഡെവലപ്മെന്റിൽ ലാർവൽ സ്റ്റേജും കാണും, ഒരു അഡൾട്ട് സ്റ്റേജും കാണും. അതുകൊണ്ടാണ് അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് കുറെ ഉണ്ട്. പില, ആപ്പിൾ ഫിഷ് അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ, പിങ്ടാഡ, പേൾ ഓയിസ്റ്റർ, സെപ്പിയ, കട്ടിൽ ഫിഷ്, ലൊളിഗോ, സ്ക്വിഡ്, ഒക്ടോപ്പസ്, ഡെവിൾ ഫിഷ്, അപ്ലീഷ്യ, സീ ഹെയർ,
dentalium, tusk shell, and Chytopleura chitin. അപ്പൊ അതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്. അപ്പൊ നമ്മൾ ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ എന്താണ്? ഫൈലൈ റാസ്പിംഗ് ഓർഗൻ ആയിട്ടുള്ള റാഡില, ഹെഡ് ഉണ്ട്, മസ്കുലർ ഫുട്ട് ഉണ്ട്, വിസറൽ ഹമ്പ് ഉണ്ട്, മാൻഡിൽ ക്യാവിറ്റി ഉണ്ട്. പിന്നെന്താണ്? സെക്കൻഡ് ലാർജസ്റ്റ് അനിമൽ ഫൈലമാണ് മൊളസ്ക. അപ്പോൾ ഈ രണ്ട് ഫൈലമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഫൈലം ആർത്രോപോഡ ലാർജസ്റ്റ് ഫൈലത്തെ പറ്റിയും ഫൈലം മൊളസ്ക സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അടുത്ത ഫൈലം, അതായത് ഫൈലം എക്കൈനോഡേംസിനെയൊക്കെ പറ്റി നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.